ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 5ാം തരം അതിലെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ ഈ 2 വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിലെ പൊതുപരീക്ഷയിലെ മോഡൽ ചോദ്യങ്ങളും ഇതിനുള്ള ഉത്തരങ്ങളും നമ്മുടെ ചാനലിൽ കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ മറ്റു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത്. നമ്മൾ ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. ആദ്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചോദ്യം ആദ്യം കൃത്യമായി വായിക്കണം. ചോദ്യം മനസ്സിലായതിൻ്റെ ശേഷമാണ് ഉത്തരം എഴുതേണ്ടത്. ഇതിൽ ഒന്നാമത്തെ തജ്വീദാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തജ്വീദിൽ ഒന്നാമത്തത് യോജിപ്പിക്കാം. അപ്പം അതിനുള്ള ഉത്തരം ഇവിടെ ബ്രാക്കറ്റിൽ മേലെ കൊടുത്തിട്ട് 5 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, സജദയുടെ ആയത്തുകൾ യൂസ് ചെയ്യേണ്ട ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്, എത്ര സ്ഥലങ്ങളിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അതിന് 14 മേലെ ബ്രാക്കറ്റിൽ കാണാൻ 14 ഇതാണ് എൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കസീറ എന്ന അറബി പദം അതിലുള്ള എന്നതിലെ ഹാ അത് ഏത് ഹാ ആണ്? അതിൻ്റെ ഉത്തരം ഹാ തനീസ് മേലെ എന്നെഴുതി നേരെ ബ്രാക്കറ്റ്. അതുപോലെ മൂന്നാമത്തെ ചോദ്യം, മഖ്റജ്. ഈ മഖ്റജ് എന്നതിൻ്റെ അർത്ഥം മേലെ കൊടുത്തിട്ടുണ്ട്, ഉത്ഭവസ്ഥാനം. അതാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം ഒരു ഹദീസാണ്, ഹദീസിന്റെ ബാക്കിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അപ്പോൾ അതിന്റെ തുടക്കമാണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുക, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അഞ്ചാമത്തെ ചോദ്യം, വഖഫ് ജായിസായ അടയാളം. വഖഫ് ജായിസാണെന്നതിന്റെ അടയാളം. വഖഫ് നിർബന്ധമായതും നല്ലതല്ലാത്തതും അങ്ങനെ പല വഖഫുകളും ഖുർആനിലുണ്ട്. എന്നാൽ ജായിസാണ് എന്നതിന്റെ അടയാളം ഖുർആനിൽ സാധാരണ കാണുന്നത് ജീം. അടുത്തത് ശരി അടയാളപ്പെടുത്താം. ഇതിൽ 5 ചോദ്യങ്ങളാണ്. ഖുർആൻ ഒരുമിച്ച് കൂട്ടി. ഇതിൽ 3 മഹാന്മാരുടെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖുർആൻ ഒരുമിച്ച് കൂട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത്. കളിയിൽ കാണുന്ന അതാണ് അടയാളപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഹഫ്സ് ഇബ്നു സുലൈമാൻ അവരുടെ ഏത് നാട്ടുകാരനാണ്? ഇവിടെ പ്രശസ്തരായ കാര്യങ്ങൾ അവരുടെ നാടുകൾ അതിൻ്റെ അവസാനം ചേർത്തിട്ട് അൽ മക്കി, അൽ മദനി, അൽ കൂഫി. അപ്പോൾ ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവർ കൂഫിയാണ്. കൂഫി എന്നുള്ളതാണ് അതിൻ്റെ ശരിയുത്തരം. പിന്നെ പ്രസിദ്ധരായ ഖാരിയുകൾ അത് അൽ ഖുറാ ഉൽ അഷറ എന്ന് നമ്മൾ പാഠത്തിൽ കാണാം, 10 പ്രസിദ്ധരായ ഖാരിയുകൾ. അപ്പോൾ അതിൻ്റെ ഉത്തരം 10 എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. നാലാമത്തത് ബസറക്കാരനായ ഖാരി, അതായത് ബസരിയായ ബസറക്കാരനായ ഖാരി ആരാണ്? അബു അംർ എന്നവരാണ് ബസറക്കാരനായ ഖാരി. അഞ്ചാമത്തെ ചോദ്യമാണ്, നബിയുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഏത് സ്വഹാബിയാണ്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതാണ് ശരി അടയാളപ്പെടുത്തുക. ഇനി ഉത്തരം എഴുതാം. ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവരുടെ ഉസ്താദ് ആര്? ഒരു കാര്യമാണ്, നമ്മുടെ റാവിയാണ്. അപ്പൊ അവരുടെ ഉസ്താദ് ആരാണെന്നുള്ളതാണ് ചോദ്യം. അവരുടെ ഉസ്താദ് ആസിമുൽ കൂഫി. അവരിൽ നിന്നാണ് ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവർ ഖിറാഅത്ത് പഠിച്ചത്. അപ്പോൾ ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവരുടെ ഉസ്താദ് ആര്? ആസിം അൽ കൂഫി. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ അവതരിപ്പിച്ചത് എത്ര വർഷം കൊണ്ടാണ്? അതിന്റെ പൂർത്തീകരണം ഉണ്ടായത് എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ പകർത്തി എഴുതിപ്പിച്ചു ആരാണ്? 4 ഖലീഫമാരിൽ നിന്ന് ഏത് ഖലീഫയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഇതിന്റെ ഉത്തരം. അതുപോലെ നാലാമത്തെ ചോദ്യം, സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? ഖുർആനിൽ എത്ര സ്ഥലങ്ങളാണ് സക്ത ചെയ്യേണ്ടത്? 4 സ്ഥലങ്ങളാണ്. 4 എന്നാണ് ഇതിന്റെ ഉത്തരം. അഞ്ചാമത്തത്, ചേർത്തി ഓതലാണ് നല്ലത് എന്നതിനെ സൂചിപ്പിക്കുന്ന അടയാളം എന്ത്? അത് സ്വല. അത് നമ്മൾ ഇതിൽ എഴുതി കാണിക്കുന്നത് പോലെ എഴുതിയാൽ മതി നിങ്ങൾ. അടുത്തതായി പൂരിപ്പിക്കാം. ഒന്നാമത്തത് ഹദീസാണ്. അപ്പൊ അതിന്റെ ബാക്കി എഴുതാം. അൽ മാഹിറു ഫിൽ ഖുർആനി ഡാഷ് അൽ ബററ എന്നാണ് ഇതിലുള്ളത്. അപ്പൊ അവിടെ വിട്ട സ്ഥലത്ത് മാസഫറത്തിൽ കിറാമിൽ ബററ. രണ്ടാമത്തത് ഇത്തുബാഖ്. നമ്മൾ ഒരുപാട് സിഫാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അറബി അക്ഷരങ്ങളുടെ തജ്വീദിലെ സിഫാത്തുകൾ കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഇത്തുബാഖ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ടാവും. നാവിന്റെ അവസ്ഥ ഏത് രൂപത്തിലാവണം. അപ്പൊ ഇത്തുബാഖ് എന്ന് പറഞ്ഞാൽ നാവിന്റെ ഡാഷ് ചേരൽ എന്നാണ്. അപ്പൊ വിട്ട സ്ഥലത്ത് നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. ഇതിപ്പോ ഇതിൽ ഇത്തുബാഖ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള സിഫത്തുകളുടെ നിർവചനങ്ങൾ പഠിക്കുക. ഇതിൽ ഇല്ലാത്ത മറ്റുള്ള രൂപത്തിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതും കൂടി നിങ്ങൾ പഠിക്കാം. ഇതിനടുത്തത് ബൈത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. ഖുർആനെ കുറിച്ച് ഒരു ബൈത്ത്. അപ്പൊ അതാണ് ഇവിടെ ബാക്കി ഫില്ല് ചെയ്യേണ്ടത്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. അതാണ്
വലിയതാണ്, അത് കാണാതെ പഠിക്കാൻ വേണം. 4ാമത്തെ ചോദ്യമാണ്, ഖുർആൻ പഠിച്ചത് ഡാഷ് തെറ്റാണ്. ഖുർആൻ പഠിച്ചത് മറന്നു പോവൽ വലിയ തെറ്റാണ്. അപ്പോൾ ഖുർആൻ പഠിച്ചത് മറന്നു പോവൽ വലിയ തെറ്റാണ്, അതാണ് അവിടെ വിട്ട സ്ഥലത്ത് ചെയ്തിട്ട്. 5ാമത്തത്, ശ്വാസം വിടാതെ ഡാഷ് സക്ത എന്ന് പറയും. ശ്വാസം വിടാതെ ഡാഷ് വിട്ട സ്ഥലത്ത് അല്പം അടങ്ങി ഓതൽ, അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യങ്ങൾ ലിസാനുൽ ഖുർആനിൽ നിന്നാണ്. ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യമായി ഉസ്താദിനോട് ചോദിക്കണം, എന്നിട്ട് എഴുതാവൂ. ഇതിൽ നുജീബു ഉത്തരം എഴുതാം. അപ്പോൾ 1ാമത്തെ ചോദ്യം, മുസന്ന ഖറഅത്ത്. ഖറഅത്ത് എന്നതിൻ്റെ മുസന്ന. ഖറഅത്ത് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ വായിച്ചു എന്നാണ്. അപ്പോൾ അവർ 2 സ്ത്രീകൾ വായിച്ചു എന്ന് എങ്ങനെയാ പറയാ അറബിയിൽ? ഖറഅത്ത് ഖറഅത്ത. അപ്പോൾ മാ ഹുവ ചോദ്യം ഉണ്ട് അവിടെ, എന്താണ് അവിടെ എഴുതേണ്ടത്? മുസന്ന ഖറഅത്ത് ഖറഅത്ത. 2ാമത്തത് ജംഉ ജലസ. ജലസ എന്നതിൻ്റെ ജംഉ. ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ഇരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ജംഉ അവർ ഒരുപാട് പുരുഷന്മാരിരുന്നു എന്ന് എങ്ങനെ പറയാം? ജലസു. ജലസ ജലസ ജലസു. 3ാമത്തത് മുഫ്രദു യദ്ഹബൂന. യദ്ഹബൂന എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പുരുഷന്മാർ പോകും. അപ്പോൾ അവിടെ എൻ്റെ മുഫ്രദ് യദ്ഹബു എന്നാണ് എഴുതേണ്ടത്. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. അടുത്തത് മുസന്ന യൽഅബു. യൽഅബു എന്നതിൻ്റെ തസ്നിയ, അതായത് യൽഅബു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ കളിക്കും. അപ്പോൾ അവർ 2 പുരുഷന്മാർ കളിക്കുന്നത് എങ്ങനെ അറബി പറയാം? യൽഅബു യൽഅബാനി. യൽഅബാനി എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ജംഉ യഖ്റുജു. യഖ്റുജു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ പുറപ്പെടും. അപ്പോൾ അതിൻ്റെ ജംഉ യഖ്റുജു യഖ്റുജാനി യഖ്റുജൂന എന്നാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. യഖ്റുജൂന. അടുത്തത് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം വിട്ട സ്ഥലത്ത് എഴുതുക. നഖ്താറു വനക്തുബു, നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക. അൽ മുസന്നൽ മുഅന്നസു മിനൽ മാളി. മാളിയിൽ നിന്നുള്ള മുഅന്നസായ മുസന്നൽ മുഅന്നസ്, അതിൽ മേലെ ബ്രാക്കറ്റ് കൊടുത്തതിൽ റഫഅത എന്നുള്ളതാണ്. റഫഅ ഉയർത്തി, അവളൊരു സ്ത്രീ. റഫഅത്ത് റഫഅത, അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. 2ാമത്തെ അൽ ജംഉൽ മുതകല്ലിം മിനൽ മുളാരി. മുളാരി എന്നുള്ള ജംഉ മുതകല്ലിം. ജംഉ മുതകല്ലിം എന്ന് പറഞ്ഞാൽ അറിയില്ല, ഞാൻ ചെയ്തു നമ്മൾ ചെയ്തു. ഞാൻ നമ്മൾ എന്നുള്ളതാണ് മുതകല്ലിമിന്റെ സിഗ വരിക. അപ്പോൾ അവിടെ ഇതിൽ കാണുന്നത് മുളാരിയാണ്. അപ്പോൾ നഖ്ദുമു, എൻ്റെ ഉത്തരം നഖ്ദുമു. ഇനി മുഫ്രദ് മുതകല്ലിം മിനൽ മാളി. മാളി എന്നുള്ള മുതകല്ലിം മുഫ്രദ് മുതകല്ലിം. മുഫ്രദ് മുതകല്ലിം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു, ഞാൻ പോയി, ഞാൻ എഴുതും, അങ്ങനെ ഞാൻ എന്നുള്ളതാണല്ലോ. അപ്പോൾ മാദി എന്നാകുമ്പോൾ ഇവിടെ ഉള്ളത് ഇഷ്തറൈത്തു. ഇതിന് സമാനമായ മറ്റും വരാം. അക്കൽത്തു, പിന്നെ ഖറഅത്തു, അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇഷ്തറൈത്തു ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ ബ്രാക്കറ്റിൽ എന്താണ് ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. അഷ്ഹറുൽ ഖാമിസ്, 5ാമത്തെ മാസം. 12 മാസങ്ങൾ, അറബി മാസങ്ങൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, അങ്ങനെ ഉണ്ടല്ലോ. 5ാമത്തെ മാസം ജുമാദൽ ഊലയാണ്. ചിലപ്പോൾ മറ്റുള്ള മാസങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക നിങ്ങൾ. ഇനി അൽ അദദുൽ മുനാസിബ് ലി സബ്ബൂറാത്തിൻ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അദദിന്റെ കൂടെ താ കൊടുക്കുന്ന തിസ്ഉ എന്ന് പറയും, തിസ്അത്ത് എന്ന് പറയും. എപ്പോഴാണ് തിസ്അ എന്ന് പറയാ, തിസ്അത്ത് എന്ന് പറയാ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മഅദൂദ് എണ്ണപ്പെടുന്നത് നമ്മൾ ബോർഡിനെയാണല്ലോ. ഇപ്പോൾ ആ ബോർഡ് എന്നതിൽ താ ഉള്ളത് കൊണ്ട് അതിൽ താ കൊടുക്കൂല. അപ്പോൾ അവിടെ തിസ്ഉ സബ്ബൂറാത്തിൻ, അതാണ് അതിനോട് ചോദിച്ചത്. തിസ്അത്ത് എന്നുള്ളതല്ല, തിസ്ഉ. അടുത്തത് നുതർജിമു, അതിന്റെ അർത്ഥം എഴുതുക മലയാളത്തിൽ, അറബി മലയാളത്തിലോ മലയാളത്തിൽ എഴുതുക. ആഷൻ നബിയു ഫിൽ മദീനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചു. ഇനി 2ാമത്തത് ദഹബ്ന ലിലിഖായി നാദിരിൽ മദ്രസ. ദഹബ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി, ലിലിഖായി നാദിരിൽ മദ്രസ, മദ്രസയുടെ മാനേജറെ കാണാൻ വേണ്ടി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൽ അഖദ്തി ഹഖീബത്തക്കി, അത് ഒരു സ്ത്രീയോടുള്ള ചോദ്യമാണ്. അൽ അഖദ്തി, നീ എടുത്തിട്ടുണ്ടോ? ഹഖീബത്തക്കി, നിന്റെ ബാഗ് നീ എടുത്തിട്ടുണ്ടോ? അതാണ് അതിൻ്റെ അർത്ഥം. ലബീബ തലഅബു ബിൽ ഹബിലി, ലബീബ കയറുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അന്നിസാഉ സ്വല്ലൈന സ്വലാത്ത സുബഹി, സ്ത്രീകൾ സുബഹി നിസ്കരിച്ചു. സ്വല്ലൈന സ്വലാത്ത സുബഹി, സുബഹി നിസ്കാരം നിസ്കരിച്ചു. അടുത്തത് നക്തഷിഫു, അതിൻ്റെ ഉത്തരം കണ്ടെത്തും നമ്മൾ. അഷ്ഹറു സാലിസു മിന ശുഹൂരിൽ ഹിജരിയ, ഹിജറ മാസം ഉണ്ടല്ലോ, 12 മാസങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹറം, സഫർ, നേരത്തെ പറഞ്ഞ പോലെ. 3ാമത്തെ മാസം ഏതാണ്? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, അതാണ് അതിൻ്റെ ഉത്തരം, റബീഉൽ അവ്വൽ. അടുത്തത് സ്വല്ലൈന. ഈ സ്വല്ലൈന എന്നുള്ള ഈ വാക്കുണ്ടല്ലോ, അത് മുഅന്നസ് ആണോ മുദക്കറാണോ? അത് നമുക്ക് സർഫാക്കിയാൽ കിട്ടും. സ്വല്ല, സ്വല്ലത്ത്, സ്വല്ലത്ത, സ്വല്ലൈന. 3ാമത്തേത് മുളാരിഉ ഫതഹ. ഫതഹ എന്നതിൻ്റെ മുളാരിഉ, ഫതഹ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ തുറന്നു. അപ്പോൾ അതിന്റെ മുളാരി യഫ്തഹു എന്നാണ് അതിന്റെ ഉത്തരം, യഫ്തഹു. ചോദ്യപേപ്പറിൽ മറ്റു ഉദാഹരണങ്ങളും വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാമിദുൻ വ ഖാലിദുൻ, 4ാമത്തെ ചോദ്യം. ഹാമിദുൻ വ ഖാലിദുൻ, 2 ആളുണ്ടല്ലോ.
അപ്പോൾ അതിൻ്റെ തസ്നിയായിരിക്കും മുദക്കറിൽ നിന്നുള്ള. ഹാമിദുൻ വഖാലിദുൻ യഖ്റആനി ഖുർആൻ. അഞ്ചാമത്തത് മുസന്ന ഗസല. ഗസല എന്നതിൻ്റെ തസ്നിയ. അപ്പോൾ അതായത് ഗസല എന്ന് പറഞ്ഞാൽ അവൻ ഒരേ പുരുഷൻ കഴുകി എന്നാണ്. അപ്പോൾ രണ്ടാളുകൾ കഴുകി. അപ്പോൾ ഗസല ഗസല എന്നാണ് ഇതിൻ്റെ ഉത്തരം എഴുതുക. പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും മറ്റു എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകട്ടെ. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.